സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടും ഡീനിനെ പ്രതി ചേർക്കണം എന്ന ആവശ്യം ഉന്നയിച്ചും ABVP നടത്തിയ ലോങ് മാർച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമാപിച്ചു. നെടുമങ്ങാട് സിദ്ധാർത്ഥിന്റെ വീട്ടിൽ നിന്നും അച്ഛൻ കൈമാറിയ ദീപശിഖയും ഏന്തിയായിരുന്നു മാർച്ച്. സിദ്ധാർത്ഥിന് നീതി ലഭിക്കും വരെ ശക്തമായ സമരം തുടരാനാണ് ABVPയുടെ തീരുമാനം. വൈകാരികമായാണ് സിദ്ധാർത്ഥിന്റെ അച്ഛൻ ദീപശിഖ രാവിലെ ABVP സംസ്ഥാന സെക്രട്ടറി EU ഈശ്വരപ്രസാദിന് കൈമാറിയത്. സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിൽ CBI അന്വേഷണം, ഡീനിനെ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ലോങ് മാർച്ച്. വൈകിട്ട് 6 മണിയോടുകൂടി രക്തസാക്ഷി മണ്ഡപത്തിലെത്തിയപ്പോൾ ദീപശിഖയിൽ നിന്നും പകർന്ന അഗ്നി 100ഓളം കരങ്ങളിൽ ജ്വാലകളായി മാറി. ഏഴ് മണിക്ക് സെക്രട്ടേറിയറ്റിന് മുന്നിലായിരുന്നു മാർച്ച് അവസാനിച്ചത്. സിദ്ധാർത്ഥിന് നീതി ലഭിക്കും വരെ ശക്തമായ സമരം തുടരുമെന്ന് സമാപന സമ്മേളനത്തിൽ EU ഈശ്വരപ്രസാദ് പറഞ്ഞു. ഇത് ഞങ്ങളുടെ പ്രതിഷേധ തീജ്വാലയുടെ തുടക്കം മാത്രമാണ്. ഈ തീജ്വാലയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സൂചന മാത്രമാണ് തന്നിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ഞങ്ങൾ കേരളത്തിലെ മുഴുവൻ ജില്ലാ കേന്ദ്രങ്ങളിലും വിചാരണ സദസ്സുകളുമായിട്ട് മുന്നോട്ട് പോകും. എന്നിട്ടും ഇവിടുത്തെ സർക്കാരിന് ഈ വിഷയത്തെ കുറിച്ചിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞങ്ങൾ ക്ലിഫ് ഹൗസിലേക്ക് വരുന്നുണ്ട്. ABVP ദേശീയ സെക്രട്ടറി ശ്രാവൺ ബി രാജ്, സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ വൈശാഖ് സദാശിവൻ തുടങ്ങിയവരും 100ഓളം ABVP പ്രവർത്തകരും മാർച്ചിൽ അണിനിരന്നു. ജനം, തിരുവനന്തപുരം.